Hi everyone, welcome to another session by Civils 360 IAS Academy. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിപ്പോർട്ട്സിനെ കുറിച്ചും ഇൻഡീസസിനെ കുറിച്ചൊക്കെ UPSC ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു മിസലേനിയസ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് റിപ്പോർട്ടിനെ എടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റിപ്പോർട്ട്സ് എടുക്കുന്നു. ആ റിപ്പോർട്ട്സ് ആരാണ് പബ്ലിഷ് ചെയ്തത് ആൻഡ് അതിലെന്തെങ്കിലും റിലവൻറ്റ് കീ ഫൈൻഡിങ്സ് എന്താണ് നമുക്ക് UPSCക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ബോത്ത് ഫോർ മെയിൻസ് ആൻഡ് പ്രിലിംസ് രണ്ടിനും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് അതിനകത്ത് കിട്ടിയ കുറച്ച് ഫൈൻഡിങ്സ് ആൻഡ് അവർ പ്രപ്പോസ് ചെയ്ത കുറച്ച് സജഷൻസ് അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് റിപ്പോർട്ട് നോക്കാം. ഫസ്റ്റ് റിപ്പോർട്ടാണ് ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് റിപ്പോർട്ട്. ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് റിപ്പോർട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് കുഴയ്ക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് റിപ്പോർട്ട് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് സബ്മിറ്റിലാണ്. ദിസ് ഇസ് നോട്ട് ബൈ ആൻ ഓർഗനൈസേഷൻ ഓർ സോ. ഇതൊരു സമ്മിറ്റിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടൊരു റിപ്പോർട്ടാണ്. വേൾഡ് ഹെൽത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന സമ്മിറ്റിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടൊരു റിപ്പോർട്ടാണ് എന്ത് ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. ഈ വേൾഡ് ഹെൽത്ത് സമ്മിറ്റ് 2009 മുതൽ ആനുവലി നടക്കുന്ന ഒരു സമ്മിറ്റാണ്. അറ്റ് ജർമ്മനി ബെർലിനിലാണ് ഈ സമ്മിറ്റ് നടക്കാറ്. ആൻഡ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേൾഡിലെ ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മിറ്റാണ് വേൾഡ് ഹെൽത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. 2009 തൊട്ട് ആനുവലി ബെർലിനിൽ നടക്കുന്ന ഒരു സമ്മിറ്റാണ്, ഒരു സ്ട്രാറ്റജിക് സമ്മിറ്റാണ് എന്താന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് സമ്മിറ്റിൽ വന്നൊരു റിപ്പോർട്ടാണ് ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് റിപ്പോർട്ട്. ഈ ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തേക്ക് ആളുകൾ മരിച്ചുകൊണ്ടിരുന്നത് പകർച്ചവ്യാധികൾ കൊണ്ടായിരുന്നു, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ടായിരുന്നു, സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് കൊണ്ടായിരുന്നു നേരത്തെ ആളുകൾ ഒരുപാട് മരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മോർട്ടാലിറ്റി കൂടുതൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനാണ്. അതായത് എയ്തർ അത് ജനറ്റിക്കലി ഉണ്ടായൊരു ഡിസീസ് ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടായൊരു ഡിസീസ് ആയിരിക്കാം. അങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമാണ് ഇപ്പം ആളുകൾ കൂടുതലും മരിക്കുന്നതെന്നാണ് നമ്മുടെ ഈ ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് റിപ്പോർട്ട് പറയുന്നത്. അതിൽ തന്നെ മെയിൻലി ആളുകൾ കൂടുതലും മരിക്കുന്നത് ഹാർട്ട് ഡിസീസസ് കൊണ്ടും സ്ട്രോക്ക് കൊണ്ടും ഡയബറ്റീസ് കൊണ്ടുമാണ്. ഈ ഡിസീസസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം കൂടുതലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ ഡിസീസൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് വരുന്നത് അല്ലേ. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹാർട്ട് ഡിസീസ് കാരണമാണ്. പിന്നെ ഇന്ത്യൻസിന് ഉണ്ടാകുന്ന വേറൊരു ഡിസീസാണ് ക്രോണിക് പൾമോണറി ഡിസോർഡർ. അതായത് നമ്മുടെ ലങ്സിനെ അഫക്ട് ചെയ്യുന്ന, പൾമോണറി മീൻസ് ലങ്സ് റിലേറ്റഡ് ടു ലങ്സ്. അപ്പൊ ലങ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ്, ഹാർട്ട് ഡിസീസസ് ആൻഡ് സ്ട്രോക്സ്. ഇത് മൂന്നുമാണ് ഇന്ത്യൻസ് കൂടുതൽ മരിക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻസിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന 3 ഡിസീസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹാർട്ട് ഡിസീസ്, ദെൻ ക്രോണിക് പൾമോണറി ഡിസോർഡർ ആൻഡ് സ്ട്രോക്ക്. വേൾഡിലും ഇത് തന്നെയാണ്, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് ആൻഡ് ഡയബറ്റീസ്. ഇത് ഇങ്ങനത്തെ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ഇപ്പോൾ ആളുകളെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എന്തായിരുന്നു? പണ്ടൊക്കെ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ വളരെ കുറവായിരുന്നു. പകരം പകർച്ചവ്യാധികളായിരുന്നു പണ്ട് കൂടുതലുണ്ടായിരുന്നത്. അത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഡിസീസസ് ആയിരുന്നു പണ്ട് കൂടുതലുണ്ടായിരുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതിനൊരു ഷിഫ്റ്റ് വരുവാണ്. ഇപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാറി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് കൂടുതലും ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നതും. ആൻഡ് അത് മോർട്ടാലിറ്റി കൂടുതലുമാണ്. കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇങ്ങനത്തെ ഡിസീസസ് കാരണം, ഹാർട്ട് അറ്റാക്ക് ഒക്കെ കാരണമാണ് കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് അല്ലേ. അപ്പൊ അത് ഓർത്ത് വെക്കാനും നമുക്ക് എളുപ്പമുണ്ട് അല്ലേ. ഇനി അടുത്ത റിപ്പോർട്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് ഉണ്ടാവുന്നത് വേൾഡ് ഹെൽത്ത് സമ്മിറ്റ് ആണ് പബ്ലിഷ് ചെയ്തത്. ആൻഡ് അവർ പറയുന്നത് ഹാർട്ട് ഡിസീസസ്, സ്ട്രോക്ക്, ഡയബറ്റീസ് അങ്ങനത്തെ ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കാരണമാണ് കൂടുതൽ ആൾക്കാർ മരിക്കുന്നതെന്നൊക്കെ. ഇനി അടുത്ത റിപ്പോർട്ടാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ എന്ന് പറയുന്നത് WMO അല്ലെങ്കിൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അവരുടെ ഒരു ആനുവൽ ബുള്ളറ്റിൻ അല്ലെങ്കിൽ ഒരു ആനുവൽ പബ്ലിക്കേഷൻ ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവലിനെ മെയിനായിട്ട് മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് കാരണം എന്തുമാത്രം ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വാർമിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നു അതാണ് ഈ ബുള്ളറ്റിൻ പറയുന്നത്. ആൻഡ് ഈ ബുള്ളറ്റിൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ്, ഗ്ലോബൽ ആവറേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഏകദേശം ഒരു 152%
കൂടുതലാണ്. പ്രീ ഇൻഡസ്ട്രിയൽ, നമ്മൾ എപ്പോഴും പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ, കാരണം ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ശേഷമാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കൂടിയതും നമ്മുടെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങിയതും എർത്തിനൊരു വാർമിംഗ് എഫക്റ്റ് വരാൻ തുടങ്ങിയതും ഒക്കെ അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലുമായിട്ടാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആണെങ്കിലും ടെമ്പറേച്ചറിനെ ആണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ കറണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 152% കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ടെമ്പറേച്ചറും കൂടും അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ കൂടിയിട്ട് നമ്മുടെ 2024 ആണ് വാമസ്റ്റ് ഇയർ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള ഇയർ ആരാണ്? 2024 ആണ്. ആൻഡ് ഈ 2024 എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ റൈസ് നോക്കുവാണെങ്കിൽ അത് 1.55 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു. സേ ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 16 or 17 ആണെങ്കിൽ ടെമ്പറേച്ചർ എത്ര കൂടി? 1.55 ഡിഗ്രി സെൽഷ്യസ് ആവറേജ് ടെമ്പറേച്ചർ കൂടി എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും പറയുന്നത് നമ്മൾ അതൊരു 1.5 ഡിഗ്രി സെൽഷ്യസിൽ കണ്ടെയ്ൻ ചെയ്യാനാണ് നോക്കുന്നത്. മാക്സിമം നമുക്ക് 1.5 ഡിഗ്രി സെൽഷ്യസിൽ ആ ഒരു വാർമിംഗ് പിടിച്ചു നിർത്താൻ പറ്റണം എന്നാണ് ശ്രമിക്കുന്നത് അല്ലേ. എല്ലാ കൺട്രീസും അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്കൊരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസിനെ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിൽ പിടിച്ചു നിർത്തണം. പക്ഷേ എന്താണ് ഇപ്പൊ ഇവിടെ കാണുന്നത്? 2024 1.55 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു. സോ ആ ഒരു വാർമിംഗ് എഫക്ട് കൂടി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കൂടുതലാണ്, അതേപോലെ തന്നെ ടെമ്പറേച്ചറും കൂടുതലാണ്. ആൻഡ് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ് വെച്ച് നോക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ഒരു വാർമിംഗ് കോൺട്രിബ്യൂഷനും കൂടുതലാണ്. പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിലൊക്കെ ഒരു 60% ഒക്കെ ആയിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് വാർമിങ്ങിന് കാരണമാകുന്നെങ്കിൽ ഇപ്പൊ അതൊരു 79% വരെയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആ വാർമിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കാരണം വാർമിംഗ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ വരുന്ന ഇയേഴ്സ് 2024 ടെമ്പറേച്ചർ കൂടിയ ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്സ് എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷനും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാനും ഒക്കെ എടുക്കുന്ന എഫേർട്സ് ഒന്നും ശരിയായിട്ട് വരുന്നില്ല എന്ന് വേണം ഇതിനകത്ത് വിചാരിക്കാൻ അല്ലേ. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ? അത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ പബ്ലിക്കേഷൻ ആണ്. ആൻഡ് ഇതിനകത്ത് ഇപ്പൊ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണ്. എത്ര കൂടുതലാണ്? പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ വെച്ച് നോക്കുമ്പോൾ 152% കൂടുതലാണ്. അത് കാരണം എന്താണ്? 2024 ആയിരുന്നു വാമസ്റ്റ് ഇയർ എവർ റെക്കോർഡഡ്. അവിടെ 1.55 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുതലാണ്. നമ്മൾ ആവറേജ് ഫിക്സ് ചെയ്യുന്നത് 1.5 പക്ഷെ 1.55 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുതലായിരുന്നു. അപ്പൊ അതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ ബൈ WMO. പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മ വരും. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ ബൈ WMO. അപ്പോൾ ഓരോ റിപ്പോർട്ടും പഠിക്കുമ്പോൾ അതിന്റെ ഏജൻസി ഏതാണെന്ന് കൂടെ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഓർത്തിരിക്കാൻ. ഇനി അടുത്ത റിപ്പോർട്ട് സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ റിപ്പോർട്ട്. സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ റിപ്പോർട്ട് ഇത് ശരിക്കും വേണമെങ്കിൽ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണമെങ്കിൽ പറയാം UNEP ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നതെന്ന്. പക്ഷെ അല്ല, ഇത് പബ്ലിഷ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ചാലഞ്ച് ലാബ്. ഈ ചാലഞ്ച് ലാബ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് ഒരുപാട് എടുക്കുന്നുണ്ട്. അതിന് ഒരുപാട് പില്ലേഴ്സ് അല്ലെങ്കിൽ കീ ആക്ഷൻസ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ മീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ റിപ്പോർട്ട് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ ആക്ഷൻസ് എടുത്തിട്ടും എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും അതൊന്നും നമ്മൾ സെറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയയിൽ എത്തുന്നില്ല എന്നാണ് നമ്മുടെ ഈ ചലഞ്ച് ലാബിന്റെ റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ 2030 ആകുമ്പോഴത്തേനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ 50% എങ്കിലും നമുക്ക് 2030 കുറയ്ക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് 2050 ആവുമ്പോഴത്തേന് ഫേസ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. 2050 നമുക്ക് അതിനെ ഫേസ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2030 ആകുമ്പോൾ 50% എങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കണം. പക്ഷെ അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. 2030 ആകുമ്പോഴത്തേന് അത്ര എത്തത്തില്ല എന്നാണ് ഈ ക്ലൈമറ്റ് ആക്ഷൻ റിപ്പോർട്ട് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷൻസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ നീഡിനനുസരിച്ച് എത്തുന്നില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ പാരീസ് അഗ്രിമെന്റിലെ ടാർഗറ്റ് എത്തുമെന്ന് തോന്നുന്നില്ല എന്നാണ് നമ്മുടെ ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നും പറയുന്നുണ്ട്. റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇത്രയും കൂടുതലാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ കോളിന്റെ ഉപയോഗം കുറയ്ക്കൂ. എത്ര കുറയ്ക്കണം? ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിന് 10 times കുറയ്ക്കണം. അതായത് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു 100 ഒരു എത്രയാക്കണം? 90 ആക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ യു ഡു ഇറ്റ് 10 times ഫാസ്റ്റർ ആയിട്ട് ഇത് കുറയാൻ പറ്റണം.
100ൽ നിന്ന് 90 എത്തുന്നത് ഒരു ദിവസം ലൈക്ക് 10 ദിവസം കൊണ്ടാണെങ്കിൽ നമുക്കത് ഒരു ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് 10 times ഫാസ്റ്റർ ആയിട്ട് നമ്മൾ കോളിന്റെ ഉപയോഗം കുറയ്ക്കണം. ആൻഡ് അതേപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ നമ്മൾ കുറയ്ക്കണം. നമ്മൾ ഈ എന്താണ് ട്രീസ് ഒക്കെ കട്ട് ചെയ്യുന്നതിന് പകരം കൂടുതൽ ട്രീസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ എങ്ങനെ വേണം? ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് 9 times ഫാസ്റ്റർ ആയിട്ട് കുറയ്ക്കണം. ഇപ്പൊ നമ്മൾ എന്താണ് 1 ഹെക്ടറിലെ ഡീഫോറസ്റ്റേഷൻ ആണ് മാറ്റാൻ നോക്കുന്നതെങ്കിൽ നമ്മൾ 9 ഹെക്ടേഴ്സിലെ ചെയ്താലേ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ നമ്മുടെ പാരീസ് അഗ്രിമെന്റ് അനുസരിച്ച്. അപ്പോൾ പാരീസ് അഗ്രിമെന്റിലെ ടാർഗറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും തന്നെ മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ചാലഞ്ച് ലാബിന്റെ സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് റിപ്പോർട്ട് പറയുന്നത്. അവർ തന്നെ പറയുന്നത് എന്തൊക്കെ ചെയ്യണം? കോളിന്റെ യൂസ് കുറയ്ക്കണം, അതേപോലെ ഡീഫോറസ്റ്റേഷനും കുറയ്ക്കണം. അടുത്ത റിപ്പോർട്ടാണ് ക്ലൈമറ്റ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്താണ് അതിന്റെ ഓർഗനൈസേഷൻ വേൾഡ് ഇൻഇക്വാലിറ്റി ലാബ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ക്ലൈമറ്റ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? വേൾഡ് ഇൻഇക്വാലിറ്റി ലാബ്. ഇനി ഇവിടെ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് ഒരു ഡ്യുവൽ ചലഞ്ചാണ്. അതായത് ഒരു സൈഡിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ഒരു സൈഡിൽ വേൾഡിലെ വെൽത്ത് ഇൻഇക്വാലിറ്റി ഉണ്ട്. ഇവർ പറയുന്നത് ഇത് രണ്ടും തമ്മിൽ കോറിലേറ്റഡ് ആണ്. വെൽത്ത് ഇൻഇക്വാലിറ്റി ഉള്ളിടത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും, ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കാരണം വെൽത്ത് ഇൻഇക്വാലിറ്റിയും ഉണ്ടാകും. അതിപ്പോൾ സെക്കൻഡ് കാര്യം നമുക്കറിയാം, ക്ലൈമറ്റ് ചേഞ്ചിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് പൂറായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഇൻകം കുറയും, എന്താണ് അഗ്രികൾച്ചർ പോലത്തെ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ ഇൻകം കുറയും, അങ്ങനെ നമ്മുടെ വെൽത്ത് ഇൻഇക്വാലിറ്റി കൂടും. അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെയാണ് വെൽത്ത് ഇൻഇക്വാലിറ്റി ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നത്? വെൽത്ത് ഇൻഇക്വാലിറ്റി എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് പറയുന്നത് ഒരു ടോപ്പ് 1% വെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുവാണെങ്കിൽ അവരുടെ കൺസംഷൻ ഐറ്റംസ് കാരണം ഉണ്ടാകുന്ന എമിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 15% ഉള്ളൂ. പക്ഷേ അവർ ഓൺ ചെയ്യുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടീസിലേക്ക് അവരുടെ ഇൻഡസ്ട്രീസ് ആകാം, അല്ലെങ്കിൽ അവരുടെ വെഹിക്കിൾസ് ആകാം, അങ്ങനത്തെ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് കാരണം 41% എമിഷനാണ് ഉണ്ടാവുന്നത്. സോ ആലോചിച്ച് നോക്കി, അവരുടെ പ്രൈവറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ അവരുടെ അസറ്റ്സ് ഒക്കെ തന്നെ കാർബൺ എമിറ്റിംഗ് ആണ് ദാൻ അവരുടെ കൺസംഷൻ. അവർ കൺസ്യൂം ചെയ്യുന്ന ഐറ്റംസ് എമിറ്റ് ചെയ്യുന്നതിനേക്കാൾ അവരുടെ പ്രൈവറ്റ് അസറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വെൽത്ത് ഇൻഇക്വാലിറ്റി ഉള്ള റിച്ചർ പീപ്പിൾ കൂടുതൽ അവരുടെ കൺസംഷനേക്കാൾ അവരുടെ അസറ്റ്സ് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യാൻ കാരണമാകുന്നു. അതായത് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ എയ്ഡ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വെൽത്ത് ഇൻഇക്വാലിറ്റി ഉണ്ടാകുന്നത് പോലെ തന്നെ വെൽത്ത് ഇൻഇക്വാലിറ്റി ക്ലൈമറ്റ് ചേഞ്ചിനും കാരണമാകുന്നു. അതാണ് നമ്മുടെ വേൾഡ് ഇൻഇക്വാലിറ്റി ലാബിന്റെ ക്ലൈമറ്റ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് പറയുന്നത്. ഇനി ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സജഷൻ പറയുന്നുണ്ട്. ലൈക്ക് ഇപ്പം ഒരാളിന്റെ കയ്യിലുള്ള അസറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ടാക്സ് ചെയ്യുക. കാർബൺ കണ്ടന്റ് ഉള്ള അസറ്റ്സിനെ ടാക്സ് ചെയ്യുക. അത് കൂടാതെ തന്നെ ലോ കാർബൺ ആയിട്ടുള്ള, അതായത് ലോ കാർബൺ എമിറ്റിംഗ് ആയിട്ടുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, അത് പ്രൊമോട്ട് ചെയ്യുക. ലോ കാർബൺ അസറ്റ്സിലെ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അതാണ് നമ്മുടെ ക്ലൈമറ്റ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് പറയുന്നത്. അടുത്തതാണ് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്. അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. അവരാണ് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിന് ക്ലൈമറ്റ് ആക്ഷൻസ് എടുക്കണമെങ്കിൽ അവർക്ക് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ വന്നൊരു ഫണ്ടാണ് എന്ത്? ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾസ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2024 UNFCCയുടെ ബാക്കു കോൺഫറൻസിലാണ് ഇങ്ങനൊരു ഐഡിയ വന്നത്. അതായത് ക്ലൈമറ്റ് ഫിനാൻസിന് വേണ്ടിയിട്ട് അവരൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ $300 ബില്യൺ ആനുവലി കൊടുക്കും. എങ്ങനെ? 2035 തൊട്ട് ആനുവലി ഈ ഒരു $300 ബില്യൺ കൊടുക്കത്തക്ക രീതിയിൽ എല്ലാ ഡെവലപ്ഡ് നേഷൻസും ഡെവലപ്പിംഗ് നേഷൻസിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇപ്പോഴത്തെ ഈ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സം ഓഫ് ഫണ്ട് നമുക്ക് തികയത്തില്ല. ഇത്രയും ഫണ്ട് പോരാ ഡെവലപ്പിംഗ് നേഷൻസിന് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻസ് വരുത്താൻ. അതിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 12 times ഫണ്ടെങ്കിലും കൂടുതൽ വേണം. എങ്കിൽ മാത്രമേ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻസ് പോസിബിൾ ആവുള്ളൂ, ഡെവലപ്പിംഗ് കൺട്രീസിന് പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഫണ്ട് ഇൻക്രീസ് ചെയ്യണമെന്നാണ് ഇൻ ഇഫക്റ്റ് അതിന്റെ ഒരു
കണ്ടെത്തൽ അല്ലെ. ആ റിപ്പോർട്ട് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കറന്റ് ഉള്ള ഫണ്ട് നമുക്ക് തികയത്തില്ല, അത് പോസിബിൾ ആവത്തില്ല, ക്ലൈമറ്റ് അഡാപ്റ്റേഷൻസ് പോസിബിൾ ആവത്തില്ല, അതിനൊരു 12 times മോർ ഫണ്ട് വേണ്ടിവരും. അപ്പൊ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഫണ്ട് ക്ലൈമറ്റ് ഗ്യാപ്പ് റിപ്പോർട്ട് ആരുടെയാണ്? UNEP-യുടെ ആണ്. അവർ പറയുന്നത് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു $300 billion ആനുവലി ബൈ 2035 എന്നുള്ള ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്രയും ഫിനാൻസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരിക്കലും നമ്മുടെ ഈ ഒരു ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് ബൈ UNEP പറയുന്നത്. ഇത്രയാണ് കുറച്ച് റിപ്പോർട്ട്സ്. നമുക്ക് ബാക്കി റിപ്പോർട്ട്സ് വരുന്ന സെഷൻസിൽ കാണാം. താങ്ക്